ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ പയർ എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. ഓണമൊക്കെ ആയില്ലേ, അപ്പം ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി. ആദ്യം തന്നെ നമ്മൾ മത്തങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അരമുറി മത്തങ്ങയാണ്, ചെറിയൊരു മത്തങ്ങയുടെ പകുതി ഭാഗമാണ്. ആദ്യം തന്നെ അത് ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാളയും 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് നമ്മൾ ഈ മത്തങ്ങയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൊടുത്തതിന് ശേഷം അതിന് വേകാൻ ആവശ്യമായ വെള്ളം കൂടെ അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം നമ്മൾ കുക്കറിൽ പയറും കൂടെ 1 പയറാണ് ഇതിനാവശ്യം, അത് നമ്മൾ കുക്കറിൽ വേവിച്ച് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വേകുന്ന സമയത്ത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. ആദ്യം തന്നെ അരമുറി തേങ്ങ നന്നായിട്ട് ചിരുകി എടുത്തു വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. അതുപോലെ 3-4 പീസ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചുമന്നുള്ളി. ഇനി അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളിനി അതിലേക്ക് ആവശ്യമായത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഈ സമയത്ത് നമ്മുടെ മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഈ മത്തങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരുപാട് അങ്ങ് അരഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആ അരപ്പ് മൊത്തം നമ്മൾ ഈ മത്തങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 1 പയർ ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നുണ്ട്. നല്ല വെന്ത 1 പയറും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 1 പയറും മത്തങ്ങയും അരപ്പും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കിത് അടപ്പെടുത്ത് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം അതിൻ്റെ ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. അതിന് നമ്മളൊരടപ്പ് ഉപയോഗിച്ച് അടച്ച് വെക്കാം. അങ്ങനെ കുറച്ച് നേരം നമുക്കിത് അരച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കേണ്ട ആവശ്യമുണ്ട്. ലാസ്റ്റ് ഇത് വെന്തതിന് ശേഷം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ സ്വല്പം തേങ്ങ മതി. നമ്മൾ കുറച്ച് മത്തങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു സ്വല്പം തേങ്ങ ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കണം. ഇത് വറക്കുന്ന സമയത്ത് നമ്മുടെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മത്തങ്ങയിലും പയറിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നമുക്ക് കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട്, അതുകൊണ്ട് നമുക്ക് സ്വല്പം സമയം കൂടെ ഒന്ന് അടച്ച് വെക്കാം. അരപ്പിൻ്റെ പച്ച ഒരു ടേസ്റ്റൊക്കെ മാറണം. അപ്പം ഏകദേശം അതെല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തൊഴിക്കാനുണ്ട്. ആദ്യം തന്നെ ഒരു ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് 1/2 ടീസ്പൂണ് കടുകും കൂടി ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്കൊരു 2-3 ചെറിയ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഏകദേശം അത് എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അങ്ങനെ 2-3 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ആവശ്യമായ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പയറിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പയറിലെ വെള്ളം എല്ലാം പറ്റി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് മതിയൊന്നൊക്കെ ഈ സമയത്ത് ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ എരിശ്ശേരിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.